ചാലക്കുടിയിൽ 1.5 ദിവസം വീട്ടമ്മയെ ഓൺലൈനിൽ വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ്. മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിന് ഇരയായത്. സംഭവത്തിൽ സൈബർ പോലീസിന് വീട്ടമ്മ പരാതി നൽകി. പോലീസ് വസ്ത്രം ധരിച്ച് വീഡിയോ കോളിലൂടെയാണ് തട്ടിപ്പുകാരൻ എത്തിയത്. ട്രീസയുടെ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സന്ദീപ് എന്ന വ്യക്തി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉപയോഗിച്ചുവെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു. മുറിക്ക് പുറത്തിറങ്ങരുതെന്നും വിവരം പുറത്തുപോയാൽ സന്ദീപിന്റെ കൂട്ടാളികൾ കൊലപ്പെടുത്തുമെന്നും തട്ടിപ്പുകാരൻ ട്രീസയെ അറിയിച്ചു. ഇതോടെ 1.5 ദിവസം വീട്ടമ്മ മുറിക്കുള്ളിൽ തന്നെ കഴിഞ്ഞു. ഇതിനിടയിൽ ബാങ്കിലുണ്ടായിരുന്ന 2,60,000 രൂപ സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് തട്ടിപ്പുകാരൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ട്രാൻസാക്ഷൻ അറിയില്ലെന്ന് പറഞ്ഞതോടെ ബാങ്കിൽ ചെന്ന് നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചു. 2,60,000 രൂപ തട്ടിപ്പുകാരുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ട്രീസ ബാങ്കിലെത്തി. അപ്പോഴും വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. ട്രാൻസാക്ഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലായതിനാൽ പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആയില്ല. ഇതോടെ ഗൂഗിൾ പേ വഴി പണം കൈമാറാൻ നിർദ്ദേശം നൽകി. പല ഗഡുക്കളായി 40,000-ഓളം രൂപ ട്രാൻസ്ഫർ ചെയ്തു. പല നമ്പറുകളിലേക്ക് നിക്ഷേപിച്ചതോടെ ട്രീസയ്ക്ക് സംശയം തോന്നി. അയൽവാസിയോട് വിവരം പറഞ്ഞു. ഇതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. പലരുടെ പേരിൽ വന്നിട്ട് ഈ പൈസ ഒന്നിച്ച് ഗവൺമെന്റിൽ കിടക്കുമെന്ന് പറയുന്നത് അതെന്നാ ഉദ്ദേശമാണ്? അപ്പം എനിക്ക് സംശയം വന്നു. അപ്പം ഇതിനോട് മുമ്പേ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തികളോടും പറയില്ല, നിങ്ങൾ കഥ കടച്ചിടെ, ലോക്ക് ചെയ്യേ, താലയിട്ടു ലോക്ക് ചെയ്തിട്ടു, ആര് വന്നാലും കഥ തുറക്കരുത്, കഥ തുറക്കുന്നതിന് മുമ്പേ ഞങ്ങളോട് പറയണം, പറഞ്ഞിട്ട് വേണം, കാരണം ഞങ്ങൾ നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. 4:30-ക്കാണ് ഞാൻ എൻ്റെ ഈ ജോസിൻ്റെ ഭാര്യയോട് പറയുന്നത്, എന്റെ മോനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഓടി, അങ്ങനെ പറഞ്ഞു. അവിടെ തുടങ്ങിയാണ് എനിക്ക് ഡൗട്ട് തുടങ്ങിയത്. സംഭവത്തിൽ സൈബർ സെല്ലിലടക്കം പരാതി നൽകിയിരിക്കുകയാണ് ട്രീസ. കൈരളി ന്യൂസ്, തൃശൂർ.